നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി കെ രാജൻ. വനഭേദഗതി ബിൽ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം കർഷക കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. മുൻ മുഖ്യമന്ത്രിയും INTUC നേതാവുമായിരുന്ന കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം വിവിധ സംഘടനകൾ ആചരിച്ചു. രണ്ട് ദിവസമായി മരോട്ടിച്ചാലിൽ നടത്തിവന്നിരുന്ന CPM ഏരിയ സമ്മേളനം സമാപിച്ചു. NN ദിവാകരൻ പുതിയ ഏരിയ സെക്രട്ടറി. വിശദമായ വാർത്തകളിലേക്ക്. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി കെ രാജൻ. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകുകയും ചെയ്യുകയുമാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടൽ പുറമ്പോക്കിലെ കടലിന്റെ ഉയർന്ന തിരമാലയിൽ നിന്നും 3.017 മീറ്ററിനകത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിയമ തടസ്സമുണ്ട്. എന്നാൽ അതിനു പുറത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി പട്ടയം കൊടുക്കുവാൻ പറ്റാത്ത 1902 നഗറുകളിലെ 28,000-ലധികം ആളുകളെ 2025 തന്നെ ഭൂമിയുടെ ഉടമകളാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ചട്ടഭേദഗതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേതൃത്വം നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരെ സഹായിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനെ നിയമങ്ങളും ചട്ടങ്ങളും തടസ്സമാകരുതെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി ലഭിക്കണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാങ്കേതികതകൾക്കപ്പുറത്ത് മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ കൊടുങ്ങല്ലൂർ താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ 11 റേഷൻ കാർഡുകളും 10 പട്ടയങ്ങളും മന്ത്രിമാരും MLA-മാരും ചേർന്ന് വിതരണം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ED ടൈസൺ മാസ്റ്റർ MLA, കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ സീനത്ത് ബഷീർ, MS മോഹനൻ, നിഷ അജിതൻ, ഡെയ്സി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുഴുവൻ മനുഷ്യനും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളില്ലാത്ത വിധം ലഭ്യമാക്കുക എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ പറ്റാവുന്ന സാങ്കേതിക പിഴവുകളോ വൈകിപ്പോകലുകളോ മനഃപൂർവമായിട്ടുള്ള വൈകിക്കലുകളോ എല്ലാം ഒഴിവാക്കി ഏറ്റവും വേഗതയിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വിധത്തിൽ തടസ്സങ്ങൾ മാറ്റി അതിവേഗം ഒഴുകുന്നൊരു പുഴ പോലെ ഭരണ സംവിധാനത്തെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ തിരിച്ചറിയാനും എല്ലാ ഫയലുകളിലും ഓരോ ജീവിതമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പോലെ കേരളത്തിലെ വിവിധ തലങ്ങളിലുള്ള അദാലത്തുകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ലക്ഷ്യം വയ്ക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത്. സാങ്കേതിക കുരുക്കുകളാലോ ഉദ്യോഗസ്ഥ കാർക്കശ്യങ്ങളാലോ തങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിലാണ് ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ വേണ്ടിവരുന്നത് എന്ന കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ജനകീയ അദാലത്തുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് സംഘടിപ്പിക്കുന്നത്.
നേരത്തെ ഒരു വട്ടം കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടന്ന അദാലത്തുകൾ നല്ല നിലയിൽ ഫലം കണ്ടു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. വന നിയമ ഭേദഗതി ബിൽ നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി കർഷക പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ പുതിയ വന നിയമ ബിൽ പിൻവലിക്കുക, പുതുക്കിയ ഇലക്ട്രിസിറ്റി ചാർജ് പിൻവലിക്കുക, പീച്ചി ഡാം തുറന്നുവിട്ട് പ്രളയമുണ്ടായത് മൂലം കർഷകർക്കുള്ള നഷ്ടപരിഹാരം നൽകുക, വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുക, തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ ധർണയിൽ കർഷകർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA MP വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ ഭയന്ന് ജീവിക്കുന്ന കർഷകർക്ക് കൂടുതൽ ഭീഷണിയുണ്ടാകുന്നതാണ് പുതിയ നിയമം. മലയോര മേഖലകളിൽ ജീവിക്കുന്ന കർഷകരെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് പുതിയ വനനിയമ ഭേദഗതി ബിൽ. 1 കിലോമീറ്റർ ബഫർ സോണും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച ഇടതു സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ടു പോകുവാനാണ് ഭാവമെങ്കിൽ കർഷകരെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MP വിൻസെന്റ് പറഞ്ഞു. യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ മുഖ്യാതിഥിയും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് K ദേവസി മുഖ്യപ്രഭാഷണവും നടത്തി. നേതാക്കളായ KPCC മെമ്പർ ലീലാമ തോമസ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ്, മുൻ DCC സെക്രട്ടറി അനിൽ നാരായണൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് PN വാസു, പഞ്ചായത്ത് അംഗങ്ങളായ KP ചാക്കോച്ചൻ, ബാബു തോമസ്, സുശീല രാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ PP റെജി, ഷിബു പോൾ, BS എഡിസൺ, ബ്ലോക്ക് ട്രഷറർ നൌഷാദ് മാസ്റ്റർ, പോഷക സംഘടനാ ഭാരവാഹികളായ മിനി നിജോ, ഫസീല നിഷാദ്, ജിഫിൻ ജോയ്, ബാബു പാണംകുടിയിൽ, ജോർജ് M വർഗീസ്, ഇബ്രാഹിം വാണിയമ്പാറ, റീന മേരി ജോൺ, KC ബേബി, ഗോപിനാഥൻ മൂർക്കനിക്കര, കൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, മിനി വിനോദ്, കർഷക കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജയപ്രകാശ്, AC മത്തായി, ബ്ലോക്ക് സെക്രട്ടറി ജോസ് മൈനാട്ടിൽ, മണ്ഡലം സെക്രട്ടറി തിമത്തി പാർലിക്കാടൻ, ബാബു മരവെട്ടിക്കൽ, അപർണ പ്രസന്നൻ, ബ്ലസൻ വർഗീസ്, അമൃതേശ്വരി സുരേഷ്, ബാബു, വർഗീസ് വട്ടേക്കാട്ടിൽ, ഗോപാലൻ KA വേലായുധൻ, കൊച്ചുമാത്തു, സാബു മുടിക്കോട്, ദീന ചാത്തംകുളം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് കൊടുത്തപ്പോൾ വിത്തിൻ 1 month അത് മുഴുവൻ ആളുകൾക്കും ആവശ്യമായ നഷ്ടം എത്ര ഉണ്ടായിട്ടുണ്ടോ അത് തിട്ടപ്പെടുത്തി അത് പൈസ കൊടുക്കാൻ അനുവദിക്കാൻ അന്ന് കഴിഞ്ഞത് പ്രിയങ്കരനായ എന്റെ നേതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ എളിയവന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ അധികാരമുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ഇരട്ടച്ചങ്ങൻ എന്ന പൊള്ളച്ചങ്ങൻ നിങ്ങൾക്ക് കൂടെയാണ്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും ഉന്നത അധികാരമാണ്. കടലാസ് പുലിയെ പോലെ ആളുകളുടെ മുമ്പിൽ കല്യാണരാമനായി നടക്കാതെ പാവപ്പെട്ടവന്റെ മനസ്സും നൊന്തുമ്പോൾ അവന്റെ കണ്ണീർ വീഴുമ്പോൾ ആ കണ്ണീർ തുടയ്ക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ആട്ടി ഓടിക്കുന്ന ദിവസം അധികം ദൂരമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. പ്രിയമുള്ളവരെ, ഇത് മാത്രമാണോ ഈ നാട്ടിൽ നടക്കുന്നത്? ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായിരുന്ന ആക്രോശത്തോടെ സംസാരിച്ചിട്ടുള്ള CPM-ന്റെ പടണിയ. പക്ഷെ അവിടെ നിന്ന് അവിടെ സ്നേഹാതിർവങ്ങളോടെ പരിപാടി നടത്തി. അവിടെ എന്റെ പ്രിയമുള്ളവരെ, ഈ നമ്പി ഇവിടെ വലിയ സമരം നടത്തി, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് സമരം നടത്തുമ്പോൾ ആശുപത്രി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ തൃശൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സഹകരണ ആശുപത്രി മാർച്ച് പ്രതിഷേധം നടത്തി. ആശുപത്രി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ തൃശൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറുജീവനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത മാർച്ച് ആശുപത്രി മുൻവശം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ആശുപത്രി കവാടത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ ആശുപത്രി പ്രസിഡന്റിനെതിരായ രോഷപ്രകടനമായി മാർച്ച് മാറി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS ലത അധ്യക്ഷയായി. ജില്ലാ ട്രഷറർ KR സീത, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ബിന്ദു, ഏരിയ ട്രഷറർ ബിന്ദു ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
CMS സ്കൂൾ പരിസരത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. പ്രസിഡന്റിനെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരത്തിന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തയ്യാറാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ജീവനക്കാരിയോട് വളരെ മോശമായ രീതിയിൽ കുറച്ചു നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന TCCയുടെ സെക്രട്ടറിയും ഈ ആശുപത്രിയുടെ പ്രസിഡന്റുമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് TK പുരഞ്ജീവനെതിരെ ജീവനക്കാരി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സമയമാവാത്ത രീതിയിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പോലീസ് സംവിധാനം മാറി നിൽക്കുന്ന സവിശേഷതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രിയും INTCU സ്ഥാപക നേതാവുമായിരുന്ന K. കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം INTCU തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആചരിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി വിളക്കുകൊളുത്തി പുഷ്പാർച്ചന നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ജിജോ അഗസ്റ്റിൻ, മോഹൻ നാടോടി, K. നളിനാക്ഷൻ, ജോയ്സി ജോസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിൽ പുതിയ ഏരിയ സെക്രട്ടറിയായി NN ദിവാകരനെ തിരഞ്ഞെടുത്തു. മലയോര കർഷകരുടെ പട്ടയം കൊടുക്കുന്ന പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് പ്രമേയം വഴി സർക്കാരിനോട് CPM ഒല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങളിലായി മരോട്ടിച്ചാലിൽ നടന്ന പ്രതിനിധി സമ്മേളനം സമാപിച്ചു. പൊതുചർച്ചയിൽ 8 ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 25 പേർ പങ്കെടുത്തു. സംഘടനാ റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രവർത്തന റിപ്പോർട്ടിൽ ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന KK രാമചന്ദ്രനും മറുപടി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം EC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് NN ദിവാകരനെ ഏരിയ സെക്രട്ടറിയായും 20 അംഗ ഏരിയ കമ്മിറ്റിയെയും ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുത്തു. തെക്കുംകര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ ലീഡറുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടന്നു. INTUC മണ്ഡലം പ്രസിഡന്റ് NM വിനീഷിന്റെ അധ്യക്ഷതയിൽ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ലീഡർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, നേതാക്കളായ സുനിൽ ജേക്കബ്, കുട്ടൻ മച്ചാട്, ജോജോ കുര്യൻ, VA ഷാജി, TV പൗലോസ്, KR സന്ദീപ്, അനിഷ് കണ്ടമാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PT മണികണ്ഠൻ, ലീന റെജി, സഹകരണ എംപ്ലോയ് കോൺഗ്രസ് ഭാരവാഹികളായ അവിൻ വിൻസൻ, അനൂപ് സോമൻ, തയ്യൽ തൊഴിലാളി കോൺഗ്രസ് നേതാവ് നിഷ ഷാജി, INTUC യൂണിറ്റ് ഭാരവാഹികളായ KA ബാബു, രമേശ് പനങ്ങാട്ടുകര, രാജീവൻ കാര്യാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, KJ റെജി, EG ജോജു, വിനോദ് മാടവന, VR ശ്രീകാന്ത്, ഫിനോസ് ഏലിയാസ്, അക്സാൻ ഷേഖ്, AK വാവുട്ടി, രാധിക പുഷ്പാങ്കദൻ, PP രാജു, സുനിമോൾ ജോജു, NC ജോഷി, KU നിതീഷ്, P ദുർഗാദാസ്, വിജോയ് കുറ്റിക്കാടൻ, ഷിജോ വള്ളിയാട്ടിൽ, അനൂപ് സെബാസ്റ്റ്യൻ, AM കമു, ബഷീർ വിരുപ്പാക, അജി കാക്കിരിക്കാട്, ഔസേബ് മങ്കര, KG സിംസൺ, ജെയിംസ് കുണ്ടുകുളം, TA ബാലകൃഷ്ണൻ, ഭാസ്കരൻ തെക്കുംകര തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഡിസംബർ 23 കേരള ജനതയ്ക്ക് പ്രത്യേകിച്ച് തൊഴിലാളി വിഭാഗത്തിനും ഇന്ത്യയിലാകമാനം ലോകത്തിന്റെ എവിടെയുണ്ടെങ്കിലും മലയാളികളടക്കമുള്ള ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ലീഡർ K. കരുണാകരന്റെ ചരമവാർഷിക ദിനമാണ് നമ്മളിവിടെ നിന്ന് ആചരിക്കുന്നത്. ഇവിടെ INTUC പ്രസ്ഥാനത്തിന്റെ പേരിൽ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ആചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ പറയാൻ മാത്രമാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ്. INTUCയുടെ അംഗമായിട്ടുള്ള ബാങ്കിലെ സ്റ്റാഫുകളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് അവരുടെ കൂടി സമയം കണക്കിലെടുത്ത് നീട്ടിപ്പിടിച്ച് വർത്തമാനത്തിൽ നിൽക്കുന്നില്ല. എല്ലാ വർഷവും കൃത്യമായി INTUC ജില്ലാ കമ്മിറ്റി ഓഫീസാണ് ഏറ്റവും നന്നായി ഈ ചടങ്ങ് ആചരിച്ചു വരുന്നത്. പാർട്ടി ആചരിക്കുന്നില്ല എന്നർത്ഥമല്ല ഞാൻ പറയുന്നത്. തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ട് INTUC നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. K. കരുണാകരൻ കോൺഗ്രസിന്റെ നേതാവായി നമ്മളെല്ലാം അറിയപ്പെടുമ്പോഴും
INTC പ്രവർത്തനം തൊഴിലാളികൾ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനമുണ്ട്. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. ഇരവിമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇരവിമംഗലം മച്ചിങ്ങൽ ക്ഷേത്രം, ഇളന്തുരുത്തി കൊട്ടേക്കാട് പറമ്പിൽ കുടുംബക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി 25 വയസ്സുള്ള അസം സ്വദേശി ജിഹറുൽ ഇസ്ലാം എന്നയാളെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മച്ചിങ്ങൽ ക്ഷേത്രത്തിൽ നിന്നും 2, ഇരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും 1, കൊട്ടേക്കാട് പറമ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പണവും 2 വിളക്കുകളുമാണ് പ്രതി മോഷണം ചെയ്തത്. സെപ്റ്റംബർ 3-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിന്നീട് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ ഒല്ലൂർ ACP സുധീരൻ SP-യുടെ നിർദ്ദേശാനുസരണം ഒല്ലൂർ SHO ഫർഷാദ് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രിൻസിപ്പൽ SI ജീസ് മാത്യു, SI ക്ലിന്റ് മാത്യു, ശ്രീകാന്ത് P, CPOമാരായ അബിഷ് ആന്റണി, ആൽബിൻ ജോയ് തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ഇടവകപ്പള്ളിയിലെ ക്രിസ്തുമസ് കരോൾ റാലി വികാരി ഫാദർ പോളി നീലങ്കാവിൽ കേന്ദ്രസമിതി കൺവീനർ ആന്റോ വി മാത്യുവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാപ്പാന്മാരും കരോൾ സംഘവും റാലിയായി ഇടവകയിലെ എല്ലാ യൂണിറ്റിലുമെത്തി. അസിസ്റ്റന്റ് വികാരി ജിബിൻ നെല്ലങ്കര, കേന്ദ്രസമിതി ഭാരവാഹികളായി നോബി മേനാച്ചേരി, ജോസ് ലിയോ, ടോണി അക്കരക്കാരൻ, ജോജു ഫ്രാൻസിസ്, ജോമോൻ, ട്രസ്റ്റിമാരായ PP സണ്ണി, ടോണി കൂള, ആൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ലീഡർ K കരുണാകരൻ ഓർമ്മദിനം വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് DCCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഭാരവാഹികളായ KA അനിൽകുമാർ, EM ശിവൻ, VK രാഹുലൻ, OV പ്രകാശ്, VK രാജൻ, വിൻസെന്റ് പോൾ, മനോജ് മച്ചാട്, CD ഫ്രാൻസിസ്, ഉണ്ണികൃഷ്ണൻ കുളമ്പരത്ത്, MS രാധാകൃഷ്ണൻ, രാജു ചുക്രാത്ത്, രജനി സുബ്രഹ്മണ്യൻ, പ്രശാന്ത് രാഘവൻ, ടോം തോമസ്, അഖിൽ പേരൂത്ത്, അനിൽകുമാർ ER, പ്രമോദ് KP, സമിൽ ബാബു, സുരേഷ് കുമാർ, ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. നെല്ലങ്കരയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേക്ക് കട്ടിങ്ങും കിറ്റ് വിതരണവും ആദരിക്കലും നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷങ്ങളിലും നടത്തിവരാറുള്ള കേക്ക് കട്ടിങ്ങും അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും ചടങ്ങിൽ 84 വയസ്സ് പിന്നിട്ടിട്ടും നാടിനും വീടിനും കർഷകർക്കും മാതൃകയായ KJ വേലായുധൻ നായരെ ആദരിച്ചു. ചടങ്ങ് മുൻ മേയറും DCC വൈസ് പ്രസിഡന്റുമായ KP പോൾ കേക്ക് കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും നെല്ലങ്കര കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ തിമോത്തി വടക്കൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി INC നെല്ലങ്കര കൂട്ടായ്മയുടെ 2025 കലണ്ടർ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി അനിൽ തെക്കൂട്ട്, കോർപ്പറേഷൻ കൌൺസിലർ സുനിൽ രാജ്, ഉദയകുമാർ, വർഗീസ് ഊക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി ആഗോള സംഗമം ഡിസംബർ 28 നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ 28 രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ വൈകിട്ട് 5:30 സമാപിക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ K മീനാക്ഷി ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ രാജേഷ് വഞ്ചിപുര, പ്രൊഫസർ T കൃഷ്ണകുമാർ, ഡോക്ടർ സുനിൽ കുമാർ തുടങ്ങിയവർ സംസാരിക്കും. 50 വർഷം മുൻപ് കോളേജിൽ നിന്നും ബിരുദം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കും. ഇതിനോടനുബന്ധിച്ച് ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങളും സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ രാജേഷ് വഞ്ചിപുര, ഡോക്ടർ AS സുനിൽ, പ്രൊഫസർ T കൃഷ്ണകുമാർ, ഡോക്ടർ CP സുനിൽ കുമാർ, ഡോക്ടർ MD ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ദർശൻ സമിതി പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണന് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024 ഗാന്ധി ദർശൻ സമിതി പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേരമ്പിൽ രാമകൃഷ്ണനെ ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കായി KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റി നൽകുന്ന 10ാമത് പുരസ്കാരമാണിത്. ചർക്കയും മംഗളപത്രവുമാണ് പുരസ്കാരം. KA ചന്ദ്രൻ ex-MLA ചെയർമാനായ അവാർഡ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 2025 ജനുവരി 30 മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് തൃശൂർ വിവേകോദയം സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പുരസ്കാരം കൈമാറുമെന്ന് മുൻ മന്ത്രിയും KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ VC കബീർ മാസ്റ്റർ, വർക്കിംഗ് പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായിരുന്ന K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്,
മുഖ്യപ്രസംഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ജയൻ മംഗലം, VG സുരേഷ് കുമാർ, PS രാധാകൃഷ്ണൻ, വർഗീസ് വാഗേൽ, സന്ധ്യ കോടങ്ങണ്ടത്ത്, ജിജി സാംസൺ, KK അബൂബക്കർ, CR രാധാകൃഷ്ണൻ, ബിജു കൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, ബാബുരാജ് കണ്ടേരി, N ഗോപാലകൃഷ്ണൻ, ഫിലിപ്പ് ജേക്കബ്, MH ഷാനവാസ്, PS റഫീഖ്, K കൃഷ്ണകുമാർ, KH സിദ്ദിഖ്, MT സന്ദീപ്, അനീഷ് അകമ്പാടം, AK രാജൻ, NH ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ പോലീസ് കമ്മീഷണറുടെ വിയൂർ ഫ്ളാറ്റ് സന്ദർശനവും പരാതി പരിഹാര അദാലത്തും നടത്തി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ RIPS വിയൂർ ഫ്ളാറ്റ് സന്ദർശനവും പരാതി പരിഹാര അദാലത്തും നടത്തി. ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരൻ SP അധ്യക്ഷത വഹിച്ച ചടങ്ങ് കമ്മീഷണർ ഇളങ്കോ RIPS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫ്ളാറ്റ് നിവാസികളുടെ പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു. വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് ഫുട്ബോളുകളും സമ്മാനിച്ചു. വിയൂർ ഇൻസ്പെക്ടർ മിഥുൻ KP സ്വാഗതവും സബ് ഇൻസ്പെക്ടർ സുഹ്മാൻ N നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലോഹിതാശൻ, അശോക് കുമാർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ദേവസി KJ, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസി KJ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജനമൈത്രി അംഗം ഷിൻഡോ റാഫേൽ, ഡെവലപ്മെന്റ് ഓഫീസർ സിനി SC തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. VA കൃഷ്ണൻ, ജിത്ത് ചാക്കോ, NS നൌഷാദ് മാസ്റ്റർ, സുകുമാരൻ മാസ്റ്റർ, MG രാജൻ, സുധാകരൻ എടത്തറ, PN വാസു, ലിസി ജോൺസൺ, ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ, TV ഗോപിനാഥൻ, ശ്രീരാഗ് തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ വൈദിക വിദ്യാപീഠത്തിന്റെയും തെക്കേ സ്വാമിയാർ മഠത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈദിക ശ്രൗത താന്ത്രിക വിധികളുടെ സമന്വയമായ സുമംഗലേഷ്ടി എന്ന അപൂർവ യജ്ഞം 2025 ജനുവരി 10, 11, 12 തീയതികളിൽ തെക്കേ മഠത്തിൽ വെച്ച് നടക്കും. ഈ യജ്ഞത്തിന് ജാതി മതഭേദമന്യേ എല്ലാവർക്കും
ദമ്പതി സമേതം ഹോമ പൂജാദികളിൽ നേരിട്ട് പങ്കാളികളാകാവുന്നതാണ്. ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് ആരംഭിക്കുന്ന മഹാഗണപതി ഹോമത്തിനു ശേഷം പവിത്ര സ്ഥാലി പാകഹോമം, മൃഗാരി സ്ഥാലി പാകഹോമം, കുഷ്മാണ്ഡി ഹോമം, വിവാഹ സൂക്ത ലാജഹോമം, പുത്രകാമ ഗണഹോമം എന്നിവയും മഹാസർവേശ്വര പൂജ, ഉഷാമഹേശ്വര പൂജ, നവഗ്രഹ പൂജ എന്നിവയും 3 ദിവസങ്ങളിലായി നടക്കുന്നതാണ്. കൂടാതെ എല്ലാ ദിവസവും പങ്കാളികളാകുന്നവർക്ക് സ്വയം ചെയ്യുന്ന വിനുതി ആത്മശരീര ശുദ്ധിക്കും രോഗമുക്തിക്കും വിചാരവികാര സംയമനത്തിനും വേണ്ടിയുള്ള ശ്രൗതകർമ്മം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ ഏർക്കര നാരായണൻ നമ്പൂതിരി, പെരുമ്പടവ് രാമൻ നമ്പൂതിരി, പെരുമ്പടവ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുംകുളം, CP ഔസേപ്പ്, CO അലോഷ്യസ്, KC സെബാസ്റ്റ്യൻ, PT ഫ്രാൻസിസ്, PJ ക്രിസ്റ്റിൻ, ബേബി അറക്കൻ, AB ആഷിഖ്, PA തോമസ്, KN ലക്ഷ്മണൻ, K ശ്രീനിവാസൻ, RB പാണങ്കാടൻ, AB സഞ്ജയ്, TA ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, കെ കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് സംസ്ഥാനത്ത് 4 തവണ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ 1 തവണ കേന്ദ്രമന്ത്രിയുമായിരുന്നു. കെ കരുണാകരൻ എന്ന ലീഡർ കേരള സംസ്ഥാനത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ സംസ്ഥാന വികസനത്തിൽ വഹിച്ച പങ്ക് വലുതാണ്. അസാധ്യമെന്ന് തോന്നിക്കുന്ന പല വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിൽ ലീഡറുടെ കഴിവ് വലുതാണ്. നമുക്കറിയാം, ഒരു സംസ്ഥാനം സ്വപ്നം കണ്ടിരുന്ന കാലത്ത് വികസന പദ്ധതികൾ കേരള സംസ്ഥാനത്ത് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്ത ദീർഘവീക്ഷണമുള്ള കർക്കശക്കാരനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികൾ നമുക്കറിയാം. നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്, കലൂരിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, എറണാകുളം വൈപ്പിൻ ഗോശ്രീ പാലം, തൃശൂർ ഗുരുവായൂർ റെയിൽവേ, അതുപോലെ തൃശൂർ പൂങ്കുന്നം റെയിൽവേ, മെട്രോ റെയിൽവേ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാലടി സംസ്കൃത സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജുകൾ തുടങ്ങി സംസ്ഥാനത്ത് വികസനത്തിന് വിസ്മയം തീർത്ത രാഷ്ട്രീയ നേതാവായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ. സംസ്ഥാനത്തെ വികസനത്തിനൊപ്പം തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആ മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത്. മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. മണ്ണത്തി മഹാത്മാ സ്ക്വയറിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം നിർവഹിച്ചു. ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. NS നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ MG രാജൻ, സുകുമാരൻ മാസ്റ്റർ, ബേബി പാലൂരിക്കൽ, ലിസി ജോൺസൺ, NM ചന്ദ്രൻ, K പ്രകാശൻ, KK കാസിം, സഫിയ ജമാൽ, ഫിലോമിന ജോസ്, ആനി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരമൻ അന്നമ്മ നട സ്വർഗപ്രഭ പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരമായി നൽകുക. ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 6 നടക്കുന്ന സമ്മേളനത്തിന് ശേഷം പ്രശസ്ത നർത്തകി ശ്രീലക്ഷ്മി ഗോവർദ്ധന്റെ കുച്ചിപ്പുടി കച്ചേരി ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ജയരാജ് വാര്യർ, അന്നമ്മനട ബാബുരാജ്, PV വിനോദ്, കലാഭവൻ ഡെൻസൻ, KV വേണു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി K രാജൻ. വനഭേദഗതി ബിൽ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം കർഷക കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി.
മുൻ മുഖ്യമന്ത്രിയും INTUC നേതാവുമായിരുന്ന കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം വിവിധ സംഘടനകൾ ആചരിച്ചു. 2 ദിവസമായി മരോട്ടിച്ചാലിൽ നടത്തിവന്നിരുന്ന CPM ഏരിയ സമ്മേളനം സമാപിച്ചു. NN ദിവാകരൻ പുതിയ ഏരിയ സെക്രട്ടറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.